ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചേക്കുന്നത് കണ്ട നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. കണ്ട വെള്ളച്ചാട്ടം കാണാനായിട്ട് നല്ല സ്റ്റൈലാണ്. ന്യൂയോർക്കിൻ്റെ സൈഡിൽ നിന്ന് വരുന്ന വെള്ളച്ചാട്ടവും കാനഡയുടെ സൈഡിൽ നിന്ന് വരുന്ന വെള്ളച്ചാട്ടവും നോക്കിയേ. കാനഡയുടെ സൈഡിൽ നിന്ന് വരുന്ന വെള്ളച്ചാട്ടം അതിമനോഹരമാണ്. USA വെള്ളച്ചാട്ടമാണ്. റൈറ്റ് സൈഡിൽ കാനഡയുടെ. രണ്ടും നയാഗ്ര വെള്ളച്ചാട്ടമാണ്. രണ്ട് വെള്ളച്ചാട്ടത്തിന് നടുക്കായിട്ടാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. ന്യൂയോർക്കിൻ്റെ ഭാഗം ഇവിടെയും അമേരിക്കയുടെ ഭാഗം ആ സൈഡുമാണ്. ഇത് അമേരിക്കയുടെ ഭാഗത്തുനിന്നുള്ള വെള്ളച്ചാട്ടമാണ്. ഇവിടെയാണ് പണ്ട് ഏഴാങ്കടലിനക്കര എന്ന സിനിമയിൽ നമ്മുടെ കെയർ വിജയുടെ സൈറ്റും കൂടി നല്ല വെള്ളമാണ് നോക്കി. നല്ല ക്ലിയർ ക്രിസ്റ്റൽ ബ്ലൂ കളർ വെള്ളം. പറയുന്ന പേരാണ് റെയിൻബോ ഫിറ്റ്. സൈഡാണ്. പക്ഷെ നമുക്ക് അങ്ങോട്ട് കിടക്കാൻ പറ്റില്ല. അവിടെ നിന്ന് കഴിഞ്ഞാൽ USA വിസ ഉണ്ടെങ്കിലാണ് നമ്മളെ അങ്ങോട്ടേക്ക് പറഞ്ഞത്. അതുകൊണ്ട് നമ്മൾ തൽക്കാലം ഇവിടെ തന്നെ നിൽക്കണം. കാനഡയുടെ ബോട്ടിലേ പോയിക്കൊണ്ടിരിക്കുന്നു. കാനഡയുടെ സൈഡിലുള്ള ആ നയാഗ്ര വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തെത്താറായി. ഈ നയാഗ്ര വെള്ളച്ചാട്ടത്തിൻ്റെ തൊട്ടടുത്തെത്തി അത് തിരിഞ്ഞു പോരും. വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് വരെ എത്തിയിട്ടുണ്ട്. ഇന്ന് ഞങ്ങൾ ബോട്ടിങ്ങിന് പോകുന്നില്ല. പിന്നെ ഞങ്ങൾ സഫാരി നയാഗ്ര കണ്ടുവരേണ്ട ഇത്തിരി ക്ഷീണമുണ്ട്. അതുകൊണ്ട് ബോട്ടിങ്ങിന് പിന്നീട് ഒരു ദിവസം വരുന്നുള്ളൂ. പക്ഷേ ജസ്റ്റ് ഒന്ന് കണ്ടു പോകുന്നു, അത്രേ ഉള്ളൂ. ഇതെവിടെ ഒരു ബോട്ട് വരുന്നത് കാണുക. ആ ബോട്ടിൽ നിറയെ ആളുകളാണ്. അത് കാനഡയുടെയാണ്. കാനഡയുടെ ഫ്ലാഗാണ് അവിടെ കാണുന്നത്. ഇനി ഇപ്പുറത്ത് ഒരു ബ്ലൂ കളർ ബോട്ട് ഇവിടുന്ന് വരുന്നത് കാണാൻ സാധിക്കും. അത് US-ൻ്റെയാണ്. US-ൻ്റെ ഫ്ലാഗ് അതിൽ കാണാൻ സാധിക്കും. ഒരു വശത്ത് USA ബോട്ടും മറുവശത്ത് കാനഡയുടെ ബോട്ടും രണ്ടും കൂടി ഇപ്പോൾ ഏകദേശം നമ്മൾ നിൽക്കുന്നതിൻ്റെ തൊട്ടടുത്ത് എത്തിയിരിക്കുകയാണ്. കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇവിടെ നിന്ന് നിങ്ങൾ നോക്കിക്കോളൂ. രണ്ടിൻ്റെ അടിയിലും മുകളിലൊക്കെ ആളുകളുണ്ട്. US-കാർ കാനഡക്കാർക്ക് കൈ കൊടുക്കും. USA-കാർ കാനഡക്കാർക്ക് കൈ കൊടുക്കണം. ഞാൻ അവർക്ക് രണ്ടു കൂട്ടർക്ക് ഒരു ടാറ്റ കൊടുക്കണം കേട്ടോ. ആളുകൾ വരുന്നത് അങ്ങനെ നയാഗ്രയുടെ ഏറ്റവും താഴ്ഭാഗത്ത് വരെ പോകും കേട്ടോ. 1, 2, 3, 4, 4 പേരാണ് ഒരുമിച്ച് റോബിങ് നടത്തുന്നത്. നയാഗ്ര വാട്ടർഫാളിൻ്റെ ഏറ്റവും അടിയിലെത്തിയിട്ട് പിന്നെ തിരിച്ച് അവർ എസ്കലേറ്റർ മുഖേന വരും. ഇത് കാനഡയുടെ കോൺഫ്ലവർ എന്ന് പറയുന്ന ഒരു ബോട്ടിംഗ് ആണ്. ഇതിനെ നയാഗ്ര ക്രൂയിസ് എന്നും കൂടി പറയും. ഇതിലൊക്കെ റെഡ് ആണ് കളർ കാണുന്നത്. ബ്ലൂ ആണെങ്കിൽ അത് US-ൻ്റെ മെയ്ഡ് ഓഫ് ദി മിസ്റ്റ് ആണ്. ഇവിടുത്തെ 3 ഫേമസ് ആയിട്ടുള്ള ഹോട്ടലുകളുടെ പേരാണ്. ഒന്ന് മാരിയറ്റ്, കണ്ടോ ആ സൈഡ് മാരിയറ്റ് എന്നുള്ള ഹോട്ടൽ. പിന്നെ എംബസി സൂട്ട്സ്, അതുപോലെ തന്നെ വളരെ ഫേമസ് ആയിട്ടുള്ള ഹോട്ടലുകളാണ്. ഇവിടെ നമ്മൾ കാണുന്നത് കാനഡയുടെ വാട്ടർഫാളാണ്. അതുപോലെ തന്നെ ആ സൈഡിൽ കാണുന്നത് USA വാട്ടർഫാളാണ്. റെയിൻബോ താഴെ റെയിൻബോ കാണാൻ സാധിക്കും. ഒരു റിവോൾവിംഗ് റെസ്റ്റോറൻ്റ് ആണ്. അതിൽ നിന്ന് ഇങ്ങനെ താഴേക്ക് വരുന്നുണ്ടോ കാണാൻ വളരെ മനോഹരമാണ്. ഒരു ബസ് വരുന്നുണ്ടോ. ഈ ബസ്സിൻ്റെ പേര് ലീഗോ. ഇതിൻ്റെ ബസ് സ്റ്റേഷനാണിത്. ബസ് സ്റ്റാർട്ട് ചെയ്യണം. റെസ്റ്റോറൻറ്റാണ്. അതിമനോഹരമാണ്. ലീഗോന്ന് കണ്ടോ, അതൊരു ബസ് സ്റ്റേഷനാണ്. അവിടെ ഒരു ബസ് കിടക്കുന്നുണ്ട്. റെഡ് ഫ്ലവറാണ്. ഇതിൻ്റെ പല കളറുകളുണ്ട്. ഈ റെഡ് ഫ്ലവറിന് പ്രത്യേക ഒരു അട്രാക്ഷനാണ്. ഓ കണ്ടാൽ പേടി തോന്നും. അതുപോലെ ഒരു അഗാധത്തിൽ ഇതിനകത്തോട്ട് പോയി കഴിഞ്ഞാൽ പൊടി പോലും കിട്ടില്ല. അതിനകത്തേക്ക് പോയാൽ പിന്നെ പൊടി പോലും തപ്പേണ്ട ആവശ്യമില്ല. കണ്ടോ ഇവിടെ നിന്നാണ് വെള്ളം ഇങ്ങനെ ഒഴുകി വരണേ. ഒഴുകി വന്ന് അങ്ങോട്ടേക്കാണ് ചാടി. എന്ത് ഭംഗിയാണെന്ന് നോക്കിയാൽ കാണാൻ നല്ല അടിപൊളിയാണ്. സ്റ്റൈലുണ്ട് കാണാനായിട്ട്. വെള്ളത്തിൻ്റെ ഒഴുകി ക്ലിയർ വാട്ടറാണ്. വളരെ മനോഹരമാണ്.